അപ്പോൾ നമ്മൾ എല്ലാ പ്രവാസികൾക്കും ജോലി ചെയ്യുന്ന ഒരുവിധം എല്ലാ ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും ഈ ഒരു സംഭവം, ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച. അത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രൈവർമാരിങ്ങനെ ഇറങ്ങിയിട്ട് സംസാരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യയല്ല ആന്ധ്രക്കാരൻ, ഞങ്ങളിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞതാ. അപ്പോൾ ഒരാൾ ഇവിടെ എന്തായി, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഈ സംഭവം, ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച എന്നുള്ളത്. ഡ്രൈവർമാരായിക്കോട്ടെ, ബക്കാലക്കാരായിക്കോട്ടെ, തൊട്ടപ്പുറത്ത് നമ്മൾ ഏത് കഫ്തേരിയ, ബൂഫിയ, ലൗണ്ടറി, ഏത് ആൾക്കാരായിക്കോട്ടെ, നമ്മൾ നിൽക്കുന്നതിലും കുറച്ച് സാലറി അപ്പുറത്ത് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്ന് ചാടിയാലോ എന്നുള്ളൊരു തോന്നാഗതി വരാത്ത ഒരാൾ ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ പോസിറ്റീവ് കാണുമ്പോൾ അങ്ങോട്ട് പോവാ. പക്ഷെ അവിടെ ഉണ്ടാവും നെഗറ്റീവ് ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. അതേപോലെ ഇന്നലെ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരാള് ഇവിടെ 90 KD അഥവാ 90 KDക്കാണ് ജോലിക്ക് വന്നത്. ജോലിക്ക് വന്നതിന് ശേഷം ആ ജോലിയിൽ നിന്ന് മൂപ്പര് പുറത്തിറങ്ങി റൂമിലായി. 2-3 മാസത്തോളം റൂമിലായപ്പോൾ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന ഒരു ആന്ധ്രക്കാരൻ ജോലി കൊടുത്ത്. അവൻ്റെ വീട്ടിൽ തന്നെ ദീവാനിയപ്പണി 120 KD, റൂം, ഫുഡ് 120 KD, അങ്ങനത്തെ ഒരു ജോബ് കൊടുത്ത്. അങ്ങനത്തെ ജോബ് കൊടുത്തതിൻ്റെ ഇടയിൽ കൂടെ ഒരു മാസത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തുണക്കാരൻ, അഥവാ ഈ ഇപ്പോൾ ജോലി ഇല്ലാതെ അവസാനം ജോലി കിട്ടിയെന്ന് പറയൂലേ, അവനക്ക് നമുക്കൊരു പേരിടാം, അഹമ്മദിൻ്റെ തുണക്കാരൻ. അവൻ പറഞ്ഞ് ഇന്ന പോലെ വേറൊരു ജോലിയുണ്ട്, ഈ 120 രൂപ കിട്ടും. അപ്പോൾ ദിവാനിയപ്പണി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നിന്നിട്ട് നമ്മൾ ചായകാവ ഒഴിച്ചു കൊടുക്കണം, ചായകാവ ഉണ്ടാക്കണം, ചിലപ്പോൾ രാത്രി 12 മണി വരെ, അതെന്തോ ആവട്ടെ, പണി എല്ലായിടത്തും ഏകദേശം ഒരേപോലെ. ഈ 120 KDയിൽ നമുക്ക് 90 റുപ്യക്ക് വന്നവന് 3 മാസത്തോളം പണിയില്ലാതെ അവസാനം ഒരു ജോലി കിട്ടി. 120 KD നമ്മളെ റീചാർജിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 110 റുപ്യോളം നമുക്ക് നാട്ടിലേക്ക് അയക്കാം. റൂമിനും ഫുഡിനും പൈസ വേണ്ട, വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടും. അപ്പൊ ഇതെല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ 120 KDക്ക് അപ്പുറത്തെ ഒരു ജോലി കിട്ടി അവന്റെ കൂട്ടുകാരൻ മുഖേന, അഹമ്മദിന്റെ കൂട്ടുകാരൻ മുഖേന. അങ്ങനെ കിട്ടിയപ്പോന് ഈ പണി അങ്ങോട്ട് വിസ അടിച്ചിട്ടില്ല, വേറെ വിസയിലാണല്ലോ, ഈ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. 120 അതേ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറങ്ങിയ ആളാണ്. എന്നിട്ട് മൂപ്പര അങ്ങനെ അവിടെ പണി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ 120 റുപ്യ ശമ്പളം കിട്ടുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്തെല്ലാം നോക്കണം, റൂമിന്റെ കാര്യങ്ങൾ നോക്കണം, അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കണം. റൂമിന്റെ കാര്യമല്ല, ഫുഡിന്റെ കാര്യം മാത്രം നോക്കണം. റൂമുണ്ട്. അപ്പൊ ഈ ഫുഡിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ചെലവുണ്ട്, ഇവിടെ വെച്ചുണ്ടാക്കണം. അതേപോലെ തന്നെ ഈ സംഭവം ഇപ്പുറത്ത് നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് റൂം ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പുറത്ത് പോയപ്പോൾ റൂമുണ്ട്, ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ. ഈ 8 മണിക്കൂറിന്റെ ഡ്യൂട്ടിയും അതിന് പുറമെ തന്നെ നമുക്ക് ഫുഡ് വെച്ചുണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ സമയമല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, വാഷ് ചെയ്യാൻ ഈ 8 മണിക്കൂറിന് പുറമെ ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം ദിവാനിനെക്കാട്ടി കൂടുതൽ എന്തായി, സമയമായി, പണിയുടെ സമയമായി, സാലറി ആണെങ്കിലോ ഫുഡിന്റെ പൈസ കഴിയുകയും ചെയ്യും. അപ്പൊ അവന്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഒരു ജോലി ചെയ്യുന്ന ആൾക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും, ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വേറെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വീണ്ടും ഇവനെ വിളിക്കുക. ഇപ്പൊ നമ്മൾ ആന്ധ്രക്കാർ ഒരുത്തുണ്ട്, അവനെ വിളിക്കുക. എന്തിന്? ആ പണിന്ന് വീണ്ടും തിരിച്ച് ദിവാനിയേക്ക് വരാൻ വേണ്ടിയിട്ട്, ദിവാനിയത്തെ പണിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവൻ ഫോൺ എടുക്കണില്ല. ഒരു പ്രാവശ്യം ഇവനെ എന്താ നമുക്ക് പറയാം, മൂച്ചിച്ചെന്ന് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയിട്ട് ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമ്മളൊരു ജോലി കൊടുത്തിട്ട് ആ ജോലി ഇട്ടിട്ട് വേറൊരു തന്നെ വാക്കും കേട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ സാലറിയും കാര്യങ്ങളും കറക്റ്റ് ആയിട്ടല്ല എന്ന് പറയുമ്പോൾ വീണ്ടും എന്നെ വിളിക്കുമ്പോൾ ഏകദേശം ഇവനായാലും ആരായാലും ഞാനായാലും ഏകദേശം നമ്മളെ കിളി പോകും. പിന്നെ അവനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല, അങ്ങനത്തെ അവസ്ഥയിലാവും. അപ്പൊ ആകെ പെട്ട് കിടക്കുക. അപ്പൊ എന്തായി, നിങ്ങൾ വരുമ്പോ എന്തായാലും 2 കൊല്ലത്തിന് നിൽക്കാനുള്ള രീതിയിൽ വരിക. ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച. ഒരുപാട് സുഹൃത്തുക്കളെ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ടാവും, നല്ലത് പറയാനും ചീത്തത് പറഞ്ഞു തരാനും നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൽ നമ്മളെ മൈൻഡിൽ കൂടുതൽ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാവില്ല, നെഗറ്റീവാണ് നമ്മളെ മൈൻഡിൽ ഓടുക. അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ 2 കൊല്ലം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കുക, വിസക്കുള്ള പൈസ ഉണ്ടാക്കുക. പണി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എങ്കിൽ അടുത്ത വിസക്ക് പൈസ ഉണ്ടാക്കുക, വീട്ടിലത്തെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ എല്ലാം ശുഭം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതിനു പുറമെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല അഭിപ്രായങ്ങളോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല തോന്നലുകളോ, നിങ്ങൾക്ക് വല്ല അനുഭവങ്ങളോ ഉണ്ട് എങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. ഒരിക്കലും നമുക്കറിയാതെ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അപ്പോൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ മറക്കരുത്.